സുനിൽ ഭാർത്തി മിത്തലിന്റെ പ്രചോദനാത്മക യാത്ര ഒരു ചെറുകിട സൈക്കിൾ ബിസിനസ്സുകാരനിൽ നിന്ന് ആഗോള ടെലികോം എംപയറായ ഭാർത്തി എയർടെൽ സ്ഥാപകനായി മാറുന്ന ഒരു അഭിമാനകരമായ കഥയാണ്. ജിയോയും എയർടെലിയും തമ്മിലുള്ള മത്സരം ഇന്ത്യൻ ടെലികോം വ്യവസായത്തിന്റെ ചരിത്രത്തിൽ ഒരു മൈലുലോകമാണ്. ഇതുമാത്രമല്ല, സുനിൽ മിത്തലിന്റെ ജീവിതകഥ ഒരു മനുഷ്യൻ സ്വന്തമായി എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഉയർന്ന ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെയാണ് നീങ്ങിയത് എന്നറിയാം. പഞ്ചാബിലെ ലുധിയാനിലാണ് 1957-ൽ സുനിൽ ഭാർത്തി മിത്തൽ ജനിച്ചത്. ചുരുക്കമായും ഒരു സാധാരണ വ്യക്തിയായിരുന്നു അദ്ദേഹം, പ്രചോദനവും ധൈര്യവും സ്വന്തമാക്കിയ ഒരു സംരംഭക. മിതമായ ആരംഭത്തിൽ നിന്ന് എയർടെലിനെ ഒരു ആഗോള ദൈവത്വമായവനാക്കുക വരെ നടത്തിയ യാത്ര സമൂഹത്തിന് വലിയ പ്രചോദനമാണ്. സുനിൽ മിത്തലിന്റെ ആദ്യ സംരംഭം സൈക്കിൾ സ്പെയർ പാർട്സ് നിർമ്മിക്കാനായിരുന്നു. 1976-ൽ തന്റെ കുടുംബത്തെ സഹായിക്കാൻ 20,000 രൂപ വായ്പയെടുക്കുകയായിരുന്നു. അദ്ദേഹം തുടങ്ങി ഭാർത്തി ഓവർസീസ് ട്രേഡിംഗ് കമ്പനി. അത് പോർട്ടബിൾ ജനറേറ്ററുകൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നെങ്കിലും 1983-ൽ ഇന്ത്യയിൽ ജൂണാട്ടം നിയന്ത്രണങ്ങൾ തുടങ്ങിയപ്പോൾ അവിടെ നിന്നും തിരിച്ചുപോകേണ്ടിവന്നു. ഇതാണ് അദ്ദേഹത്തിന് ഒരു ബിസിനസ് പാത മാറ്റം അനിവാര്യമായ സാഹചര്യങ്ങൾ നൽകിയത്. പുതിയ അവസരങ്ങൾ തേടുന്ന മാനദണ്ഡത്തിൽ 1984-ൽ സുനിൽ മിത്തൽ ടൈവാനിലേക്കുള്ള ഒരു ദൗത്യത്തിലെത്തിയപ്പോൾ പുഷ് ബട്ടൺ ഫോൺ സാങ്കേതികവിദ്യയും ആഗോള വിപണിയിലും വരുന്ന ഫോണിന്റെ പ്രചാരവും ശ്രദ്ധയിൽപ്പെട്ടു. ഈ അവസരം തിരിച്ചറിയാൻ മിതിയായിരുന്ന അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള പുതിയൊരു ചലനത്തിനായി പുഷ് ബട്ടൺ ഫോണുകൾ കമ്പനി വിപണിയിലേക്ക് അവതരിപ്പിച്ചു. ഭാർത്തി ടെലികോം സ്ഥാപനം സ്ഥാപിച്ച ശേഷം സീമൻസ് ആഗ്യുമായി സാങ്കേതിക കൂട്ടായ്മ ഉണ്ടാക്കി ഇന്ത്യയിലെ ആദ്യ പുഷ് ബട്ടൺ ഫോൺ രൂപപ്പെടുത്തുന്നത് വലിയ വിജയമായിരുന്നു. 1992-ൽ ഇന്ത്യയിൽ മൊബൈൽ സേവനങ്ങൾ പ്രൈവറ്റ് കമ്പനികളിൽ വഴി ലഭ്യമായപ്പോൾ സുനിൽ മിത്തലിന്റെ ഭാർത്തി എയർടെൽ വിപണിയിലേക്ക് കടന്നു. 1995-ൽ ഡൽഹിയിൽ എയർടെൽ ആരംഭിച്ചു. ഇന്ത്യയിലെ പുറത്തും ഉൾപ്പെടെ വിപണിയിൽ അതിക്രമിച്ച ഭാർത്തി 20 ലക്ഷം ഉപഭോക്താക്കളെ കൈവരിച്ച ആദ്യ ടെലികോം കമ്പനിയാവാൻ ചെയ്തു. 1997-ഓടെ എയർടെൽ ഇന്ത്യയിലെ ചിന്തനീയമായ മൊബൈൽ സേവന സ്ഥാപനമായി മാറി. 2016-ൽ റിലയൻസ് ജിയോ എന്ന കമ്പനി സുനിൽ മിത്തലിന്റെ എയർടെലിനും മറ്റ് ടെലികോം കമ്പനി സഖ്യങ്ങൾക്കും വലിയ വെല്ലുവിളിയാകുമ്പോൾ സ്വതന്ത്രമായ 4G ഡാറ്റാ സേവനങ്ങൾ, സൗജന്യ വോയിസ് കോളുകളും വലിയ വിലക്കുറവുകളും ജിയോയുടെ വളർച്ചയിൽ കാരണമായിരുന്നു. ഇതോടെ എയർടെലിന്റെ വജ്രപാളിയായ മൊബൈൽ സേവന വ്യവസായം സാരമായി ബാധിക്കപ്പെട്ടിരുന്നു. ജിയോ കൊണ്ടുവന്ന വിലകുറവ്, ഫ്രീ വോയിസ് സേവനങ്ങൾ തുടങ്ങിയവ സുനിൽ മിത്തലിന്റെ എയർടെലിനായി വലിയ വെല്ലുവിളിയായി മാറി. ഡാറ്റ പാക്കുകൾ ആവശ്യമുള്ള ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ സേവനങ്ങൾ, അവതാരങ്ങൾ എന്നിവ അവതരിപ്പിച്ച് പരസ്യങ്ങളും വിപണിയിലേക്ക് കയറുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് എയർടെൽ ജിയോ പ്രതിരോധം നൽകാൻ ആരംഭിച്ചു. 2010-കളിൽ എയർടെലിന്റെ നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തലുകൾ, ഫൈബർ ഓപ്റ്റിക് സേവനങ്ങൾ, 5G പ്രോജക്റ്റുകൾ തുടങ്ങിയവ ഭാർത്തി എയർടെലിനെ ആഗോള ടെലികോം രംഗത്ത് വിശാലമായ കടപ്പതിയിലേക്ക് നയിച്ചു. 2024-ൽ സുനിൽ മിത്തലിന്റെ ഭാർത്തി എയർടെൽ ആഫ്രിക്ക, ഏഷ്യ, UK തുടങ്ങി ആഗോള വിപണികളിൽ കൂടുതൽ വളർന്നു. സുനിൽ മിത്തലിന്റെ സംരംഭകത്വത്തിൽ ഇൻകലാബ്, നവീനത, വിശ്വാസം എന്നിവയുടെ സംഗമമാണ്. ജിയോ പോലുള്ള വലിയ മാറ്റങ്ങളോടുള്ള പോരാട്ടം, വിലകുറവുകൾ, പുതിയ ആശയങ്ങൾ, കമ്പനിയുടെ വികസനം എന്നിവ എല്ലാം പുതിയ തലമുറ സംരംഭകർക്ക് ഒരു വലിയ പാഠമാണ്. സുനിൽ ഭാർത്തി മിത്തലിന്റെ ജീവിതം പുതിയ ദിശകളെ തിരച്ചും പുതിയ സംരംഭങ്ങളുടെ സാധ്യത കണ്ടും ചില മാറ്റങ്ങൾ സ്വീകരിച്ച് ഒരു ആഗോള എംപയറായി മാറിയ കഥയാണ്. ജിയോയും എയർടെലും തമ്മിലുള്ള മത്സരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും സുനിൽ മിത്തലിന്റെ ദർശനവും ആത്മവിശ്വാസവും ഈ രംഗത്ത് വലിയ വിജയത്തിന് നയിച്ചു. പ്രചോദനത്തിന്റെ ഉജ്ജ്വല പ്രതീകമായി സുനിൽ മിത്തൽ നിലവിലെ തലമുറയിൽ സംരംഭകത്വത്തിന്റെ മുന്നോട്ടുള്ള നേട്ടത്തിന്റെയും ദൂരദർശനത്തിന്റെയും മാതൃകയാണ്.